കഴിഞ്ഞ ദിവസം ഒരിക്കലും നമ്മൾ കേൾക്കാത്ത ഒരു സംഭവം തിരുവനന്തപുരത്ത് നടന്നു. ലോകത്തിലെ ഏറ്റവും മുൻനിര പോർവിമാനമായിട്ടുള്ള F-35 ഒരു കാറ്റഗറി വിമാനം സാങ്കേതിക തകരാറുകൾ കാരണം തിരുവനന്തപുരത്തേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളത് കേട്ടു. മാത്രമല്ല അതിൻ്റെ പൈലറ്റ് അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ വിസമ്മതിച്ച് അതിനടുത്ത് തന്നെ കസേരയിട്ട് ഇരുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതോ അമേരിക്കയുടെ ബേസ് നിന്ന് വന്നിട്ടുള്ള ഒരു വിമാനമാണ്. അത് അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ കയ്യിലിരിക്കുന്ന ഒരു വിമാനമാണ്. ദശലക്ഷം നിർമ്മാണ ചെലവും ദശലക്ഷം മൂല്യമുള്ള ഒരു വിമാനമാണ്. ലോകോത്തര നിലവാരമുള്ള സാങ്കേതികവിദ്യ അതിനുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുണ്ട്. ചാരപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടും പല രീതിയിലുള്ള യുദ്ധ മുറകൾ അത് വെച്ച് നമുക്ക് പ്രയോഗിക്കാനായിട്ട് കഴിയും. അതോർണം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനെ പൂർണ്ണമായിട്ടും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഇസ്രായേലിൻ്റെ കയ്യിൽ അതുപോലുള്ള വിമാനങ്ങൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ അത് ഓൾട്ടർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവരുടെ ട്രെയിനനുസരിച്ച് അവരത് ഉപയോഗിക്കുന്നത്. നൂതന സാങ്കേതികതയുള്ള ഒരുപാട് രഹസ്യങ്ങൾ അതിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പൈലറ്റ് അവിടെ തന്നെ ഇരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഉള്ള ബുദ്ധിജീവികളുടെ കയ്യിലും അതുപോലെ തന്നെ വിമാനത്തിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിലൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കും ഇതുപോലുള്ള വിമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് അതീവ രഹസ്യമാണ്. അതിൻ്റെ ഏവിയോണിക്സും ഡെവലപ്മെൻറ്റും ഒക്കെ അതീവ രഹസ്യമാണ്. അതുകൊണ്ട് സാങ്കേതിക തകരാറ് കാരണം അത് നേരെയാക്കാൻ നോക്കി. അത് നേരെയാക്കാൻ അവർക്ക് പറ്റിയില്ല. എങ്കിൽ അതിനെ അഴിച്ചെടുത്തുകൊണ്ട് മറ്റൊരു ഹെർക്കുലീസ് വിമാനം പോലത്തെ ഒരു വിമാനം വരുമ്പോൾ അത് തിരിച്ച് അഴിച്ചെടുത്ത് കൊണ്ടുപോകാനാണ് അവരുടെ പദ്ധതി. കാരണം വലിയ ഹെർക്കുലീസ് വിമാനത്തിനകത്ത് ഇതിൻ്റെയൊക്കെ ചിറകൊക്കെ അഴിച്ചെടുത്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നൂതന സാങ്കേതികതയുള്ള ഒരു എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ രഹസ്യങ്ങൾ ഇന്ത്യ അറിയാൻ പാടില്ല എന്ന് ഇംഗ്ലണ്ടിന് താല്പര്യമുണ്ടത്രേ. അതേതായാലും നല്ലൊരു കാര്യമാണ്. കാരണം രഹസ്യങ്ങൾ വെറുതെ ഒരു രാജ്യത്തിന് പങ്കിടാൻ കഴിയില്ലല്ലോ. കാരണം ഒരു പോർവിമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങളുള്ളതാണ്. അത് എല്ലാവരോടും പറയാനായിട്ട് ഒരിക്കലും കഴിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുരാജ്യങ്ങൾ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഇന്ത്യക്കത് പ്രശ്നമല്ല. ഇന്ത്യ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സഖ്യകക്ഷി ആയതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ അത് പത്രത്തിലൂടെ വരുന്ന വാർത്തകൾ കാരണം മറ്റുള്ള ശത്രുരാജ്യങ്ങൾ അത് അറിയാൻ പാടില്ല. അതാണ് എൻ്റെ അതേ ആവത്തെ.